Hi, welcome back to Jupod and welcome back to another brand new episode of Winglish. So Winglish എന്ന് പറയുന്നത് നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ഏറ്റവും പുതിയ സീരീസ് ആണ്. നമ്മുടെ ഇംഗ്ലീഷ് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ പ്ലേലിസ്റ്റ് ആണ് വിംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കോഴ്സുകൾ, ഗ്രാമർ പോർഷൻസ്, നമ്മുടെ ചാപ്റ്റർ സമ്മറി, കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഇംഗ്ലീഷിന്റെ A+ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഫുൾ A+ സ്വപ്നത്തിന്റെ ഒരു ചെറി ഓൺ ദ ടോപ്പ് ആണ് ആക്ച്വലി. പക്ഷേ ഭൂരിഭാഗം പേർക്കും A+ പോകുന്ന ഒരു വില്ലൻ കൂടിയാണ് നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ എല്ലാ ഇൻസെക്യൂരിറ്റികളെയും സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിന്റെ പ്ലേലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഇനി അങ്ങനെ ഒരു ആശങ്ക, ആവലാതി ഒന്നും വേണ്ട. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ തന്നെ എഡിറ്റിംഗ് അല്ല, റിപ്പോർട്ടിംഗ് സ്പീച്ച്, അതുപോലെ ഇഫ് ക്ലോസ്, കൊഹിസീവ് ഡിവൈസുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ എക്സാം ഹാളുകളിൽ നമ്മളെ വെള്ളം കുടിപ്പിക്കാറുള്ള മറ്റൊരു വില്ലനാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി വന്നത്, എഡിറ്റിംഗ്. സോ എഡിറ്റിംഗ് എങ്ങനെയാണ് ഒരു വില്ലൻ ആവുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, കംപ്ലീറ്റ് ഗ്രാമർ റൂൾസ് ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഡസന്റ് മീൻ നമുക്കൊന്നും പഠിക്കാനില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്നല്ല അതിന്റെ അർത്ഥം. ഒരു 95 to 99% കേസുകളിലും എന്താണ്, ഏത് ഏരിയയിൽ നിന്നാണ് നമ്മളോട് ചോദ്യം വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ദി മോസ്റ്റ് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ, ദി മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആൻഡ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കഴിഞ്ഞ 6-7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒരു ഇൻസൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ വെറുതെ തിയറി പഠിച്ചു പോവല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഒരു 2021 മാർച്ചിൽ നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. The passage given below contains a few errors. Identify the errors and edit appropriately. സോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളോട് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം നോക്കാം. What's unique about cyberspace are that it liberates us in the tyranny of power structures where everyone live by the rule of majority. ഇവിടെ പ്രശ്നം എന്താ? ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത് എന്താ? സിംഗുലർ അല്ലേ? ഇത് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 6 വരുമോ? ഇല്ല. ഇത് സിംഗുലർ ആയതുകൊണ്ട് ഇതിന്റെ കൂടെ ഈസ് ആണ് വരേണ്ടത്. ഈ ഈസ്, ആം, വാസ്, വേർ, ആർ എന്നൊക്കെ പറയുന്നതാണ് ഹെൽപ്പിംഗ് വേർബ്സ്. ഇത് എന്തിനൊക്കെയാണ്, എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? സിംഗുലറിന്റെ കൂടെയാണ്, പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ആം നമ്മൾ ഐന്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. വാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലാണ്, സിംഗുലറിലാണ്. വേറെ യൂസ് ചെയ്യുന്നതും പാസ്റ്റ് ടെൻസിലാണ്, പക്ഷെ പ്ലൂറലാണ്. ആർ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറലാണ്, പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് ഇത് പ്ലൂറൽ ആണ്, പക്ഷേ ഇത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം? ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. That it liberates us in the tyranny of power structures. Liberates us in the tyranny അല്ല, of the tyranny. പവർ സ്ട്രക്ചറിന്റെ സ്വേച്ഛാധിപത്യം. ടിറനി എന്ന് പറയുന്നത് എന്താ? ടിറനി എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യമാണ്. ഓക്കെ, ലിബറേറ്റ്സ് us ഫ്രം ദ ടിറനി കേട്ടോ. ഫ്രം ദ ടിറനി എന്നാണ് വരേണ്ടത്. ഫ്രം ദ ടിറനി ഓഫ് പവർ സ്ട്രക്ചേഴ്സ് വെർ എവ്രി വൺ. സോ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു ഗ്രാമർ റൂൾ ആണ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്ട് എന്താണോ അതിന് അനുയോജ്യമായ വേർബാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അവർ തമ്മിൽ ഒരു അഗ്രിമെന്റ് വരണം, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ ഐ, യു, ദേ, വി പ്ലസ് പ്ലൂറൽ ആയിട്ടുള്ള എന്ത് സബ്ജക്ട് വന്നാലും നമ്മൾ അതിന്റെ വെർബിന്റെ ബേസ് ഫോം മാത്രം യൂസ് ചെയ്താൽ മതി. ഓൺ ദി അതർ ഹാൻഡ് നമുക്ക് ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, ദിസ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സിംഗുലർ ആയ എന്ത് വേർഡ് വന്നു കഴിഞ്ഞാലും നമ്മൾ ബേസ് ഫോമിന്റെ കൂടെ എസും യൂസ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ എവ്രി വൺ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത്. എവ്രി വൺ മാത്രമല്ല, എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, എനിവൺ, എനിബഡി, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, സംവൺ, സംതിങ്, സംബഡി എന്ന് പറയുന്ന കംപ്ലീറ്റ് ഈ ലിസ്റ്റ് ഓഫ് വേർഡ്സ് എല്ലാം സിംഗുലർ ആണ്. ഇത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് ഫോം മാത്രം മതിയോ? ബേസ് ഫോമിന്റെ കൂടെ എസ് ഫോം വേണ്ടേ? അപ്പൊ ഇത് എന്തായിട്ട് മാറും? ലിവ്സ് എന്നായിട്ട്, ലിവ്സ് ബൈ ദ റൂൾ ഓഫ് മെജോറിറ്റി എന്നായിട്ട് മാറും. ഓക്കെ, സോ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കി, ഐ ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു ഐ, യു, ദേ, വി വരുന്ന സമയത്ത്, പ്ലൂറൽ ആയ വേർഡ് വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ ബേസ് ഫോം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഐ ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് പറയാം. പക്ഷേ ഹി ആണെന്ന് വരുന്നുണ്ടെങ്കിലോ, ഹി, ഷീ, ഇറ്റ്, ദാറ്റ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സിംഗുലർ ആയ വേർഡ് വരുന്ന സമയത്ത് നമുക്ക് ബേസ് ഫോമിന്റെ കൂടെ എസ് കൂടെ വേണം. അപ്പൊ ഇവിടെ ലൈക്സ് എന്നായിട്ട് മാറും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ, ദ ഊബർ ഡ്രൈവർ ഹാവ് റീച്ച് ദ പാർക്കിംഗ് ലോട്ട്. ദ ഊബർ ഡ്രൈവർ ഹാവ് റീച്ച് ദ പാർക്കിംഗ് ലോട്ട്. ഇവിടെ എന്താ പ്രശ്നം? ഊബർ ഡ്രൈവർ എന്ന് പറയുന്നത് എന്താ? സിംഗുലർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹാവ് ആണോ ഹാസ് ആണോ അതോ ഇനി ഹാഡ് ആണോ വരേണ്ടത്? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സിംഗുലർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഹാസ് ആണ്. പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ
ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അത് പാസ്റ്റ് ടെൻസിലാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? ഹാഡ് യൂസ് ചെയ്യുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഊബർ ഡ്രൈവർ ഹാസ് റീച്ച്ഡ് എന്നാണ് വരേണ്ടത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. വൺ ഓഫ് ദ ഷീപ്പ് ഡാഷ് ഹാവ് ആണോ ഹാസ് ആണോ എന്ന് ചോദിക്കുന്നത് എ ബെൽ ഓൺ ഇറ്റ്സ് നെക്ക്. വൺ ഓഫ് ദ ഷീപ്പാണ്, വൺ ഓഫ് ദ ഷീപ്പാണ്. അപ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ എന്താ സിംഗുലർ ആണെങ്കിൽ എന്താ ഹാസ് ആണ് വരേണ്ടത്. ഓക്കെ. ദ ടീച്ചർ ടുഗദർ വിത്ത് ദ സ്റ്റുഡൻസ്. ഇവിടെയും എന്താ ടീച്ചർ ഉണ്ട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ പ്ലൂരലായി. പ്ലൂരൽ ആണെങ്കിൽ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? പ്ലൂരൽ ആണെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. നെയ്തർ ദ ടീച്ചർ നോ ദ സ്റ്റുഡൻസ്. അഗൈൻ പ്ലൂരൽ ആണ്. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇഫ് യു ഇൻവൈറ്റ് ഹർ ഷീ വില്ലാണോ വുഡ് ആണോ കം. ഇത് നമ്മുടെ ഇഫ് ക്ലോസിന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വില്ലാണ് വരേണ്ടത്. ഈ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എഡിറ്റിംഗ് ഏരിയയിൽ വരുന്നത് കേട്ടോ. 2023 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതില്ലേ, ഈ പ്ലൂരൽ ആകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡു. സിംഗുലർ ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെസ് ആണ്. പാസ്റ്റ് ടെൻസിലാണെങ്കിലാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഐ ഡു നോട്ട് ഹാവ് ദി ആക്സസ്. ഐ ഡു നോട്ട് ഹാവ് ദി ആക്സസ് എന്ന് നമ്മൾ പറയാം. ഇവിടെ ഐ വന്നത് കൊണ്ടാണ്, ഐ യു ദേ വി അല്ലെങ്കിൽ പ്ലൂരൽ ആയതുകൊണ്ടാണ് ഞാൻ ഡു യൂസ് ചെയ്തത്. ഇവിടെ ഞാൻ ഹി ആണെന്നുണ്ടെങ്കിലോ ഹി ഡസ് നോട്ട് എന്നാണ് വരിക. ഹി ഡസ് നോട്ട് ഹാവ് ദി ആക്സസ് എന്നാണ് വരിക. ഓക്കെ. ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഹി ഡിഡ് നോട്ട് ഹാവ് തന്നെയല്ലേ, അല്ലെങ്കിൽ ഐ ആണെന്നുണ്ടെങ്കിൽ ഐ ഡിഡ് നോട്ട് ഹാവ് ദി ആക്സസ് എന്ന് തന്നെയാണ് പറയാം പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ. ഇനി വില്ലും വുഡും നമ്മൾ സ്ഥിരമായിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. പാസ്റ്റ് ടെൻസിലാണ് ആ സെന്റൻസ് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വില്ലും വുഡും വന്നു കഴിഞ്ഞാലല്ലേ അതിന് ശേഷം വരുന്ന വെർബ് എന്ന് പറയുന്നത് എപ്പോഴും V1-ലായിരിക്കണം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഐ വിൽ നോട്ട് ഗോ ദെയർ. ഐ വിൽ ഗോ ദെയർ എന്ന് പറയാം. ഇവിടെ നമ്മൾ ഐ വിൽ വെൻ ദെയർ എന്ന് പറയോ, അല്ലെങ്കിൽ അതിന്റെ V3 ഫോമിലേക്ക് പറയോ? ഇല്ല, ഒരിക്കലും നമ്മൾ വില്ലിനും വുഡിനും ശേഷം V1-നെ ചേഞ്ച് ചെയ്യരുത്. മാത്രമല്ല ഈ വില്ലും വുഡും വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും ഹാസ് യൂസ് ചെയ്യരുത്. അതിന് കൂടെ എപ്പോഴും ഹാവ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതൊക്കെ സിമ്പിൾ ട്രിക്സ് ആണ്. ഇത് ഇങ്ങനെയല്ല പഠിച്ചു വെക്കേണ്ടത്, പക്ഷേ ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ മൈ അഡ്രസ് hundreds of hands was raised to asking questions. Due to the limited availability in time, I selected 12 students on random to ask questions. ഇവിടെ എന്താ പ്രശ്നം? ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വാസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ വേറാണ് വരേണ്ടത്. റേസ് ടു ആസ്കിങ് ക്വസ്റ്റ്യൻ ആണോ? ഇവിടെ എന്തിനാ നമുക്ക് ING ഫോമിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നാ വരിക. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഇൻ ടൈം അല്ല, ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, സമയത്തിന്റെ. ഐ സെലക്ടഡ് 12 സ്റ്റുഡൻസ് ഓൺ റാൻഡം അല്ല, അറ്റ് റാൻഡം ടു ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് അത് മാറുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഓഫ്, അറ്റ്, ഓൺ, ഇന്ന് ഇതൊക്കെയാണ് നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്ന വേറൊരു സാധനം എന്ന് പറയുന്നത്. ഈ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കുന്നത്. സോ പ്രപ്പോസിഷൻസ് ഏകദേശം നമുക്ക് ഒരു 10 ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏകദേശം എല്ലാം ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാം ഈസിലി ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. സോ നമുക്ക് വളരെ ബേസിക് ആയിട്ട് അതിനെ കുറിച്ചൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ ഒരു സാധനത്തിന്റെ അകത്ത് എന്ന് പറയാനാണ്. ദ ബുക്ക് ഈസ് ഇൻ ദ ബാഗ്, ഒന്നിന്റെ അകത്ത് എന്ന് പറയാനാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഓൺ യൂസ് ചെയ്യുന്നതല്ലേ ഒന്നിന്റെ മുകളിൽ എന്ന് പറയാനാണ് ഓൺ യൂസ് ചെയ്യുന്നത്. അറ്റാണെന്നുണ്ടെങ്കിൽ അറ്റ് കുറച്ച് ട്രിക്കിയാണ്. അറ്റല്ലേ ഒരു സ്പെസിഫിക് പോയിന്റ് ഓർ ലൊക്കേഷനെയാണ് കാണിക്കുന്നത്, പക്ഷേ അത് ടൈമിന്റെ കേസിൽ മാത്രമല്ല സ്പേസിന്റെ കേസിലും. ഇന്നൊരു സ്പേസിൽ ഇന്ന സ്പെസിഫിക് ആയ സ്ഥലത്ത് നിന്ന് കാണിക്കാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സമയത്തിന്റെ ഇന്ന സ്പെസിഫിക് ആയ ഒരു സ്ഥലത്താണെന്ന് കാണിക്കാനും നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഷീസ് അറ്റ് ദ പാർക്ക്, അവൾ പാർക്കിലാണ്, സ്പെസിഫൈഡ് ആണ്. ഫോർ യൂസ് ചെയ്യുന്നതല്ലേ അവിടെ പർപ്പസ് കാണിക്കാനാണ്, എന്തിനു വേണ്ടി എന്നുള്ളത് കാണിക്കാനാണ്. ഓക്കെ. ദ ഗിഫ്റ്റ് ഈസ് ഫോർ യു, ഈ ഗിഫ്റ്റ് നിനക്ക് വേണ്ടിയാണ്. വിത്ത് എന്ന് പറയുന്നതില്ലേ കൂടെ എന്ന അർത്ഥം വരുന്നതാണ്. കൂടെ എന്ന്, അതായത് അക്കമ്പനിയുടെ ഒരു അക്കമ്പനി ചെയ്യുന്നതിനെ കാണിക്കാനാണ് നമ്മൾ വിത്ത് യൂസ് ചെയ്യുന്നത്. ഷീ വെൻ വിത്ത് ഹർ ഫ്രണ്ട്, അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ പോയി. ടു കാണിക്കുന്നതല്ലേ ഒരു ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ആണ്. ലേക്ക് എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഹി വെൻ ടു ദ സ്റ്റോർ, അവൻ സ്റ്റോറിലേക്ക് പോയി. ഫ്രം എന്ന് പറയുന്നത് എവിടെ നിന്നും എന്ന് കാണിക്കാനാണ്, നിന്നും എന്ന് കാണിക്കാനാണ്. ഷീ റിട്ടേൺ ഫ്രം ദി വെക്കേഷൻ, അവൾ വെക്കേഷനിൽ നിന്നും വന്നു. ബൈ എന്ന് കാണിക്കുന്നതല്ലേ എന്ത് മെത്തേഡാണ് ഓർ എന്ത് മീൻസ് യൂസ് ചെയ്തിട്ടാണെന്ന് കാണിക്കാനാണ് ബൈ യൂസ് ചെയ്യുന്നത്. ഹി ട്രാവൽസ് ബൈ ട്രെയിൻ. ഓക്കെ. മറ്റൊന്നാണ് ഓഫ്. ഓഫ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നിന്റെ അസോസിയേഷൻ, ഒന്ന് മറ്റൊന്നിനുമായിട്ടുള്ള അസോസിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇൻഡേ എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഒന്നിന്റെ. ദ പേജസ് ഓഫ് ദ ബുക്ക്, ബുക്കിന്റെ പേജുകൾ. ആ ഡേ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്?
ഓഫിൽ അർത്ഥം വരുന്നത്. ഇൻ ടു എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ടു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്ഷൻ ആണ്, ഒരു മൂവ്മെന്റ് ആണ്. പക്ഷെ ഇൻ ടുവിലല്ലേ ഒന്നിന്റെ അകത്തേക്കുള്ള മൂവ്മെന്റിനാണ് നമ്മൾ ഇൻ ടുവിൽ നോക്കുന്നത്. ഷീ ജംപ് ഇൻ ടു ദ പൂൾ, അവൾ പൂളിന്റെ അകത്തേക്ക് പോയി എന്നുള്ളത് കാണിക്കാനാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റൊരു വില്ലനാണ് ടെൻസസ് എന്ന് പറയുന്നത്. സോ ടെൻസസ് നമുക്കറിയാം ഒരുപാട് ടെൻസുകളുണ്ട്. പക്ഷെ നമ്മുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അല്ലാതെ തന്നെ അതിൽ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് തെറ്റിക്കാറുള്ള സിമ്പിൾ ആയ രണ്ട് ആൾക്കാരാണ് സിമ്പിൾ പ്രസന്റും അതുപോലെ സിമ്പിൾ പാസ്റ്റും. ഇത് ഇത്ര സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംപ്ലി വെറുതെ മാർക്ക് കളയുന്ന രണ്ട് സാധനങ്ങളാണ് സിമ്പിൾ പാസ്റ്റും സിമ്പിൾ പ്രസന്റും. ഈ സാധനം ഒന്ന് വായിച്ചു നോക്കിയേ. ഹി ബൈസ് എ കാർ ലാസ്റ്റ് മന്ത്. ഇത് ലാസ്റ്റ് മന്തിലാണെന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല അത് സിമ്പിൾ പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരേണ്ട വെർബ് എന്തായിരിക്കണം? ഇവിടെ വരേണ്ട വെർബ് അതിന്റെ V2-ലായിരിക്കണ്ടേ. അപ്പൊ ഇത് എന്തായിട്ട് മാറും? ഹി ബോട്ട് എ കാർ ലാസ്റ്റ് മന്ത് എന്നായിട്ട് മാറും. ഓക്കെ, ഇനി വേറൊരു കാര്യം നോക്കാം. ദ പോലീസ് കെയിം ഓൺലി ആഫ്റ്റർ ദ തീഫ് ഡാഷ് എസ്കേപ്പ്. ഇവിടെ ഇല്ലേ, ഇവിടെയും ഒരു ട്രിക്കി സാധനം വരുന്നുണ്ട്. ദ പോലീസ് കെയിം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് പാസ്റ്റ് ടെൻസിലാണെന്നുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് പാസ്റ്റ് ടെൻസ് അല്ല. ആക്ച്വലി ഇത് വെറും പാസ്റ്റ് ടെൻസ് അല്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദ പോലീസ് കെയിം, അതിന് നമുക്ക് എ എന്ന് പറയാം. അതിനുശേഷം ആഫ്റ്റർ ദ തീഫ് ഡാഷ് എസ്കേപ്പ്, ഇവിടെ വേറെയും ഒരു കാര്യം നടന്നിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളും പാസ്റ്റിലാണ് നടന്നത്. പക്ഷെ ഇവിടെ അല്ലേ തീഫ് എസ്കേപ്പ് ചെയ്തതാണ് ആദ്യം നടന്നത്. പോലീസ് അവിടെ എത്തുന്നതിന് മുന്നേ തീഫ് അവിടെ നിന്ന് എസ്കേപ്പ് ആയിരിക്കുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയിരുന്നു. അപ്പൊ ട്രെയിൻ പോകുന്നതാണ് ആദ്യം നടന്നത്, അതിനുശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. രണ്ട് കാര്യം നടന്നത് പാസ്റ്റിലാണ്. ഇങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഒരു ഫോർമാറ്റ് എന്താന്ന് വെച്ചാൽ അവിടെ ഹാഡ് പ്ലസ് V3 വരണം. ഏതാണോ ആദ്യം നടന്ന കാര്യം, ഇവിടെ കള്ളൻ എസ്കേപ്പ് ആയതാണ് ആദ്യം നടന്ന കാര്യം. അപ്പൊ നമ്മൾ ഇവിടെ ഹാഡ് പ്ലസ് V3 വരണം. തീഫ് ഹാഡ് എസ്കേപ്ഡ് എന്നായിട്ട് മാറും. സോ സിമ്പിൾ പാസ്റ്റും സിമ്പിൾ പ്രസന്റും ഒന്ന് ശ്രദ്ധിക്കുക. മറ്റത് പാസ്റ്റ് ടെൻസിൽ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ, രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഇയർ ഐ ഡാഷ് വാക്ക് ബാക്ക് ഹോം എവറി ഈവനിങ്. സിമ്പിൾ പാസ്റ്റിലാണ്. വാക്ഡ് എന്ന് കൊടുക്കാം. ഹി യൂഷ്വലി വെയർസ് പാൻസ് ബട്ട് നൗ ഹി ഈസ് വെയറിങ് എന്ന് പറഞ്ഞൂടെ. ഹി ഈസ് വെയറിങ്. പ്രസന്റ് കണ്ടിന്യൂസ്. ലുക്ക് ദ സ്നോ ഡാഷ് ഫോൾ. ഈസ് ഫോളിങ് എന്ന് പറഞ്ഞൂടെ. ദ സ്നോ ഈസ് ഫോളിങ് എന്ന് പറയാം. 2023 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളതാണ്. അമൽ വാസ് സോ എക്സൈറ്റഡ് ടു വാച്ചിങ് ദ മൂവി. വേറൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ടു വന്നു കഴിഞ്ഞാലല്ലേ നമ്മൾ നേരത്തെ വുഡ് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമ്മൾ ING ഫോമിൽ വേറെ ഒരു ഫോമിൽ കൊടുക്കരുത്. അതിന്റെ ബേസ് ഫോമിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ടു വാച്ച്, ടു പ്ലേ, ടു ജംപ്, ടു റൺ, ടു വാക്ക്. ടു കഴിഞ്ഞാൽ ബേസ് ഫോം മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, സോ അതാണ് ഇവിടെ വരുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ് വൈഫ് ഡാഷ് വാസ് ആണോ വേർ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. കട്ടിംഗ് ബ്ലാക്ക്ബെറീസ് ഇൻ ദ ഗാർഡൻ ആൻഡ് ഗ്രറ്റ വാസ് ഓൾറെഡി ഡാഷ് ഫ്രം ദ ചെയർസ് ടു ഹെൽപ്പ് ഹർ. ഇവിടെ വൈഫ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഗ്രറ്റ വാസ് ഓൾറെഡി ഡാഷ് ഫ്രം ദ ചെയർ ടു ഹെൽപ്പ് ഹർ. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ സ്ലൈഡിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഗ്രറ്റ വുഡ് നെവർ ഡാഷ് എ ഹൗസ് ഓഫ് ഹെർ ഓൺ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വുഡ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഹാവേ വരാറുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ വുഡ് നെവർ ഹാവ് എന്നാണ് വന്നിരിക്കുന്നത്. സോ വുഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഹാവേ വരുള്ളൂ, ഹാസ് ഒരിക്കലും വരില്ല. ഷീ വുഡ് ലിവ് ഇൻ ഓൺ എന്നാണ് പറയാ. ഓൺ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അതിന്റെ മുകളിൽ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഓൺ പറയുന്നത്. ഇൻ എ ഗ്രൂപ്പ് ഹൗസ് വിത്ത് അതർ പീപ്പിൾ ലൈക്ക് ഹർ. വേറെ ക്വസ്റ്റ്യൻ നോക്കിയോ. ഐഡന്റിഫൈ ദ ഇറേഴ്സ് ആൻഡ് എഡിറ്റ് അപ്രോപ്രിയേറ്റ്ലി. ഹോക്കിംഗ് വാസ് കോൺഫിഡന്റ് ദാറ്റ് ഹി ക്യാൻ ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി ബട്ട് ഹി എൻഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഇൻ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്. എന്താ പ്രശ്നം? ഹോക്കിംഗ് വാസ് കോൺഫിഡന്റ് ദാറ്റ് ഹി ക്യാൻ ഗെറ്റ് ത്രൂ എന്ന് നമ്മൾ പറയില്ല, കാരണം ഇത് പാസ്റ്റ് ടെൻസിലാണുള്ളത്. അപ്പൊ ക്യാൻ അല്ല യൂസ് ചെയ്യേണ്ടത്, നമ്മൾ കുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ വില്ലാണോ വുഡാണോ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ക്യാന്, കുഡ്, ഷോള്, ഷുഡ്, മേ, മൈറ്റ് ഇങ്ങനെ മാറ്റം വരും എപ്പോ പാസ്റ്റ് ടെൻസിലേക്ക് മാറുമ്പോൾ. ബട്ട് ഹി എൻഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഇൻ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്. ഇവിടെ ഇന്നാണോ വരിക? എൻഡ് അപ്പ് ഡിസാസ്റ്റർലി ഓൺ ദ ബോർഡർ ലൈൻ എന്നാ വരിക. ബോർഡർ ലൈനിന്റെ മുകളിൽ നിന്നാണല്ലേ, ബോർഡർ ലൈനിൽ എന്നല്ലേ വരുന്നത്. രണ്ട് മിസ്റ്റേക്ക് ആണ്, അപ്പൊ രണ്ട് ഇറേഴ്സ് ആണ് അതിലുള്ളത്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ദ പാസേജ് ഗിവൻ ബിലോ കണ്ടെയ്ൻസ് എ ഫ്യൂ ഇറേഴ്സ്, എഡിറ്റ് ദ പാസേജ്. മണിപ്പൂർ ഇസ് എ ലാൻഡ് ഓഫ് സെവറൽ പോസിബിലിറ്റി എന്ന് പറയോ? പോസിബിലിറ്റീസ് അല്ലേ പറയാ, പോസിബിലിറ്റീസ്. Especially for adventurous activities. The topography of Manipur offer opportunity. Topography of Manipur എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അപ്പോൾ ഇവിടെ ഓഫർ അല്ല, ഓഫേഴ്സ്. Opportunities for
കേവിംഗ്, റാഫ്റ്റിംഗ്, പാരഗ്ലൈഡിംഗ്, റോക്ക് ക്ലൈംബിംഗ് ആൻഡ് വിൻഡ് സർഫിംഗ്. ഇവിടെ ഇല്ലേ റാഫ്റ്റിങ്ങിന് ശേഷം ഒരു കോമ മിസ്സായിരുന്നുണ്ട്, അതായിരിക്കും ഒരു മിസ്റ്റേക്ക്. Shirui Hills is one of the most famous treks in Manipur and nature lovers throngs. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ത്രോങ്സ് എന്ന് വരില്ല, ത്രോങ് വരുള്ളൂ. കാരണം നേച്ചർ ലവേഴ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ അല്ലേ, അതുകൊണ്ട് ഇവിടെ എസ് ഫോം വേണ്ട, ത്രോങ് എന്ന് മതി. ദ റോഡ്സ് ലീഡിങ് ഇൻ ദ റേഞ്ച് ഡ്യൂറിങ് ദ ഷിരുയി ലില്ലി ഫെസ്റ്റിവൽ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ദ റോഡ്സ് ലീഡിങ് ഇൻ ടു ദ റേഞ്ച് എന്ന് വരണ്ടേ, ആ ഡയറക്ഷൻ കാണിക്കാൻ ഇൻ ടു ദ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ന് മാത്രം പോരാ, ഇൻ ടു ദ റേഞ്ച് എന്ന് വേണം. സോ 4 മിസ്റ്റേക്ക് നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയത്, യങ് സീഗൾ വാസ് നോട്ട് കോൺഫിഡന്റ് ടു ഫ്ലൈ, ഇറ്റ് ഈസ് ഹിസ് മദർ ഹു ഹെൽപ്ഡ് ഹിം അറ്റ് ലീസ്റ്റ്. ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഹി റിയലൈസ്ഡ് ഹിസ് സ്ട്രെങ്ത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലേ, ഇത് പാസ്റ്റ് ടെൻസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വേണ്ട, ING ഫോം വേണ്ട, ഇവിടെ ഫ്ലൈ മതി. ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹിസ് മദർ എന്ന് നമ്മൾ പറയില്ല, ഇറ്റ് വാസ് ഹിസ് മദർ ഹു ഹെൽപ്ഡ് ഹിം. അറ്റ് ലീസ്റ്റ് അല്ല, അറ്റ് ലാസ്റ്റ് എന്നായിട്ട് മാറും. അത് അറ്റ് ലാസ്റ്റ് എന്നായിട്ട് മാറും. ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ആഫ്റ്റർ മേക്കിംഗ് എന്നാണ് വരേണ്ടത്. ആഫ്റ്റർ മേക്കിംഗ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഹി റിയലൈസ്ഡ് ഹിസ് സ്ട്രെങ്ത്. എഡിറ്റിംഗിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഇതിന്റെ റിവിഷൻ ലൈവ് ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മൾ എഡിറ്റിംഗിൽ സ്പെസിഫിക്കലി നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ഗ്രാമർ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഗ്രാമർ റൂൾസ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഇന്ന് നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്തേ ഉള്ളൂ. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പബ്ലിക് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. സൈനിങ് ഓഫ്.